അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 സ്റ്റാൻഡേർഡ് 6 ചാപ്റ്റർ 1 അപ്പം 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 സയൻസിലെ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അത് ഇത്തിരി വലിയ ചാപ്റ്ററാണ്, നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1. പോഷകങ്ങൾ എന്താണെന്ന് നോക്കാം. ശരീരത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക്, അതായത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിലൂടെയാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകമാണ് പോഷകങ്ങൾ. അപ്പം ഭക്ഷണ പദാർത്ഥത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് പോഷകങ്ങളാണ്. ശരീര വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. അപ്പോൾ ശരീര വളർച്ചയ്ക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമാണ്, അതുപോലെ തന്നെ രോഗം നിലനിർത്തുന്നതിന് രോഗം വരാതെ ചെറുക്കുന്നതിനും ആവശ്യമാണ് പോഷക ഘടകങ്ങൾ. ശരീരത്തിന് ആവശ്യമായ അളവിൽ അടിസ്ഥാനത്തിൽ പോഷകങ്ങളെ സ്ഥൂല പോഷകങ്ങളെന്നും സൂക്ഷ്മ പോഷകങ്ങളെന്നും രണ്ടായി തരംതിരിക്കുക. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായ അടിസ്ഥാനമായ അളവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോഷകങ്ങളെ സ്ഥൂല പോഷകങ്ങളെന്നും സൂക്ഷ്മ പോഷകങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ. സ്ഥൂല പോഷകങ്ങൾ. ശരീരത്തിന് കുറഞ്ഞ അളവിൽ നിർബന്ധമായി ലഭിക്കേണ്ട പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ. അപ്പോൾ സ്ഥൂല പോഷകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയാണ്. അതായത് കുറച്ച് ധാരാളം വേണ്ടവയാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്. സൂക്ഷ്മമായിട്ട് വേണ്ടതാണ് വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ എന്നിവ. കുറച്ച് മാത്രം വേണ്ടുന്നവയാണ് വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ. ജലം, ഭക്ഷ്യവസ്തുക്കളിലെ നാരുകൾ എന്നിവ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളല്ലാത്ത പദാർത്ഥങ്ങളാണ്. അപ്പം ജലവും ഭക്ഷ്യവസ്തുക്കളിലെ നാരുകളും പോഷക ഘടകങ്ങളല്ലാത്ത പദാർത്ഥങ്ങളാണ്. പദാർത്ഥങ്ങളാണ്. ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും എല്ലാ പോഷകങ്ങളും ശരീരത്തിന് മതിയായ അളവിൽ ലഭിക്കണമെന്നില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ പോഷകങ്ങളും ലഭിക്കണമെന്നില്ല. പോഷകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ട്രോഫോളജി എന്നറിയപ്പെടുന്നത്. എന്താണ്? പോഷകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നവയാണ് എന്തൊക്കെയാണെന്നറിയപ്പെടുന്നത്? കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, ഭക്ഷണ പദാർത്ഥങ്ങളുടെ വൈവിധ്യം, ഗുണമേന്മ എന്നിവ. അടുത്ത ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രധാന പോഷകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, അതായത് ധാന്യകം, പ്രോട്ടീനുകൾ, അതായത് മാംസ്യം, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് നോക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പം ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായി ലഭിക്കുന്നത് എവിടുന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ കൃത്യമായ അനുപാതത്തിൽ ചേർന്നാണ് കാർബോഹൈഡ്രേറ്റ് രൂപപ്പെടുന്നത്. അപ്പം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പഠിച്ചു വെക്കുക. ഏതൊക്കെ മൂലകങ്ങളാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്നിവ കൃത്യമായ അനുപാതത്തിൽ ചേർന്നാണ് കാർബോഹൈഡ്രേറ്റ് രൂപപ്പെടുന്നത്. സസ്യജന്യ വസ്തുക്കളിൽ നിന്നാണ് പ്രധാനമായും കാർബോഹൈഡ്രേറ്റുകൾ ലഭിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം പ്രദാനം ചെയ്യുക. കൊഴുപ്പിൻ്റെ ഓക്സീകരണത്തിന് സഹായിക്കുക. നോൺ എസൻഷ്യൽ അമിനോ ആസിഡുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുക എന്നിവയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നിവ ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നിവ ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപമാണ് അന്നജം. റിഫൈൻഡ്, അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ എന്താണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും ഉൾപ്പെട്ടിരിക്കുന്നു. സംസ്കരണ പ്രക്രിയയിലൂടെ പല മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ എന്നറിയപ്പെടുന്നത്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ കാഴ്ചയിൽ ആകർഷകമാണെങ്കിലും സംസ്കരണത്തിന് വിധേയമായതിൻ്റെ ഫലമായി ഇവയിൽ വലിയ തോതിൽ വിറ്റാമിനുകൾ, നാരുകൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നു. കാർബോഹൈഡ്രേറ്റുകളുടെ സംസ്കരണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾക്ക് ശരീരത്തിന് ദോഷകരമാണ്. മൈദ, പഞ്ചസാര എന്നിവ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ ധാരാളമായി നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ഗോതമ്പ്, കുത്തരി, ശർക്കര, പയറുവർഗ്ഗങ്ങൾ എന്നിവ അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളാണ് ഉള്ളത്. എന്താണ് അയഡിൻ ടെസ്റ്റ് നോക്കാം.
ഭക്ഷണപദാർത്ഥങ്ങളിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങളിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് ഇരുണ്ട നീല നിറം. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് ഇരുണ്ട നീല നിറം. അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിന് വ്യത്യാസമുണ്ടാകാം. അരിപ്പൊടി എന്താണ്? ഇരുണ്ട നീല നിറം ലഭിക്കും. ഉരുളക്കിഴങ്ങ് ലഭിക്കും. മൈദ ലഭിക്കും. മുട്ടയുടെ വെള്ളയിൽ എന്തില്ല? അന്നജമില്ല. മുട്ടയുടെ വെള്ളയിൽ അന്നജമില്ല. വെള്ളരിയിലും നിറവ്യത്യാസമില്ല. അടുത്ത ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിൽ പ്രോട്ടീനും വിറ്റാമിനുകളും ധാതുക്കളും ലവണങ്ങളും ചെറുധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായി ഉപയോഗിച്ചിരുന്ന ചെറുധാന്യങ്ങളുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ച് തുടങ്ങിയത്. ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് റാഹി, ബജ്ര, തിന, ചോളം, ചാമ എന്നിവ. അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അടുത്ത് UN ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷം 2023. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. UN ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023. മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലിയാണ്. മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ ഖാദർ വാലി മില്ലറ്റ് മാൻ. മില്ലറ്റ് രാജ്ഞി എന്നറിയപ്പെടുന്നത് റായ്മതി ഖജൂരിയാണ്. അപ്പോൾ റായ്മതി ഖിയൂരിയാണ് ഒഡീഷയിലെ മില്ലറ്റ് രാജ്ഞി. റായ്മതി ഖിയൂരിയാണ് ഒഡീഷയിലെ റായ്മതി ഖിയൂരിയാണ് മില്ലറ്റ് രാജ്ഞി എന്നറിയപ്പെടുന്നത്. അടുത്ത പ്രോട്ടീൻ അഥവാ മാംസ്യത്തെക്കുറിച്ച് നോക്കാം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പോഷകഘടകമാണ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത്. അതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് കാർബോഹൈഡ്രേറ്റിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിലെന്ത് ചെയ്യുന്നു? ഈ പ്രോട്ടീനിൽ കൂടാതെ നൈട്രജനും സൾഫറും അടങ്ങിയിട്ടുണ്ട്. എന്താണ്? നൈട്രജനും സൾഫറും അടങ്ങിയിട്ടുണ്ട്. ചില പ്രോട്ടീനുകൾ ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയവയും കാണപ്പെടുന്നുണ്ട്. പ്രായപൂർത്തിയായവരുടെ ശരീരഭാരത്തിൻ്റെ 20% എന്താണ്? പ്രോട്ടീനാണ്. 20% പ്രോട്ടീനാണ്. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്ന് വെച്ചാൽ ഏതാണ്? അമിനോ ആസിഡുകളാണ്. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ. മനുഷ്യശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 20 മനുഷ്യശരീരത്തിൽ അമിനോ ആസിഡുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 23. 20 അമിനോ ആസിഡുകൾ മനുഷ്യ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത 9 അമിനോ ആസിഡുകളാണ് എസൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ 20 എണ്ണത്തിൽ 9 ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതിനെയാണ് എസൻഷ്യൽ അമിനോ ആസിഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, എസൻഷ്യൽ അമിനോ ആസിഡുകൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഊർജ്ജം പ്രദാനം ചെയ്യുന്നവയ്ക്ക് എന്താണ്? പ്രോട്ടീനാണ്. ചെറുപയർ, പനീർ, കശുവണ്ടി, കടല, നിലക്കടല, മാംസം, മുട്ട, പാൽ എന്നിവയിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്യാഷിയോക്കർ അഥവാ മറാസ്മസ്. ക്യാഷിയോക്കറും മറാസ്മസും എന്താണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്യാഷിയോക്കറും മറാസ്മസും. ക്യാഷിയോക്കർ രോഗത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ജമൈക്കൻ ഫിസിഷ്യനാണ് സിസിലി വില്യംസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്യാഷിയോക്കർ രോഗത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ജമൈക്കൻ ഫിസിഷ്യനാണ് സിസിലി വില്യംസ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്ന മറാസ്മസ് ആണ് വിശപ്പിൻ്റെ രോഗം. ഭക്ഷ്യവസ്തുക്കളിലെ പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും കോപ്പർ സൾഫേറ്റ് ലായനി. അപ്പം ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനികൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ലായനി. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും ചേർത്ത ശേഷം 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി ചേർക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് വയലറ്റ് നിറം. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ ലഭിക്കുന്ന നിറം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? വയലറ്റ് നിറമാണ്. ഭക്ഷ്യവസ്തുക്കളിലെ പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ള ചെറുപയറിലാണ് കേട്ടോ. 24.0 പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. പശുവിൻ പാലിൽ എത്രയേ ഉള്ളൂ? 3.2 ഈ പറയുന്ന ഒരു പട്ടിക ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. അടുത്ത കൊഴുപ്പ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങൾ ചേർന്ന സംയുക്തമാണ് കൊഴുപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന അതുപോലെ തന്നെ സംയുക്തം അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പിലും. ശരീരത്തിന് ഊർജ്ജം പ്രദാനം ചെയ്യുക എന്നതാണ് കൊഴുപ്പിൻ്റെ ധർമ്മം. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന കൊഴുപ്പിൽ നിന്നാണെങ്കിലും ശരീരം ഊർജ്ജത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല? കൊഴുപ്പിനെ കൂടുതലായി ആശ്രയിക്കുന്നില്ല. 20 ഡിഗ്രി താപനിലയിൽ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കൊഴുപ്പെന്നും 20 ഡിഗ്രി താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവ എണ്ണയും എന്നും എന്നറിയപ്പെടുന്നു. അതൊക്കെയാണ് 20 ഡിഗ്രി താപനിലയിൽ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവ കൊഴുപ്പെന്നും 20 ഡിഗ്രി താപനിലയിൽ ഖരാവസ്ഥയിൽ കൊഴുപ്പും 20 ഡിഗ്രി താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് എണ്ണയെന്നും അറിയപ്പെടുന്നു. എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാൽ, വെണ്ണ എന്നിവ കൊഴുപ്പടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളാണ്. നിലക്കടല, കടുക്, എള്ള്, തേങ്ങ,
തെങ്ങ് തുടങ്ങിയ സസ്യങ്ങൾ അവയുടെ വിത്തുകൾ കൊഴുപ്പ് സംഭരിക്കുന്നു. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. അതിനാൽ കൊഴുപ്പിനെ സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. അത് നോക്ക്, ജന്തുജന്യ കൊഴുപ്പ് എന്താണ്, സസ്യജന്യ കൊഴുപ്പ് എന്താണെന്ന് ആ പട്ടിക ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങിയ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. കൊപ്രയിൽ എത്രയാണ്? കൊപ്രയിൽ 62.6% ഏറ്റവും കൂടുതലുള്ളത് കൊപ്രയിൽ. പാലിൽ 3.6% കൊഴുപ്പുള്ളത്. ഓക്കെ, അടുത്ത് കൊളസ്ട്രോൾ നോക്കാം. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൻ്റെ രാസസൂത്രം എന്താണ്? C27H46O ആണ് കേട്ടോ. കൊളസ്ട്രോളിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് C27H46O ആണ്. C27H46O ആണ് കൊളസ്ട്രോളിൻ്റെ രാസസൂത്രം എന്നറിയപ്പെടുന്നത്. C27H46O, അതായത് C27H46O ആണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് 200 മില്ലിഗ്രാം ആണ് കേട്ടോ, 200 മില്ലിഗ്രാം. അതുപോലെ രക്തത്തിലൂടെ കൊളസ്ട്രോൾ സംഭാവന ചെയ്യുന്നതിന് സഹായമായ വാഹക പ്രോട്ടീനുകളാണ് ലിപ്പോ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്നത്. രക്തത്തിലൂടെ കൊളസ്ട്രോൾ സംഭാവനം ചെയ്യുന്നതിന് സഹായമായ വാഹക പ്രോട്ടീനുകൾ ഏതാണ്? അത് ലിപ്പോ പ്രോട്ടീനുകളാണ്. രക്തത്തിലൂടെ കൊളസ്ട്രോൾ സംഭാവനം ചെയ്യുന്നതിന് സഹായമായ വാഹക പ്രോട്ടീനുകളാണ് ലിപ്പോ പ്രോട്ടീനുകൾ. LDL അതുപോലെ HDL എന്നിങ്ങനെ 2 തരത്തിലുള്ള ലിപ്പോ പ്രോട്ടീനുകളുണ്ട്. LDL ആൻഡ് HDL എന്നിങ്ങനെ 2 തരത്തിലുള്ള ലിപ്പോ പ്രോട്ടീനുകളുണ്ട്. HDL ശരീരത്തിന് ഗുണകരമായ കൊളസ്ട്രോളും LDL ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോളുമാണ്. അടുത്ത് നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന ലിപ്പോ പ്രോട്ടീനാണ് HDL, അതായത് പേര് തന്നെയുണ്ട് ഹെൽത്തിയിൽ HDL. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീനാണ് ലിപ്പോ പ്രോട്ടീനാണ് LDL എന്നറിയപ്പെടുന്നത്. രക്തത്തിൽ കൊളസ്ട്രോൾ അമിതമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരരോഗങ്ങൾക്ക് കാരണമാകുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വിറ്റാമിനുകളെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ തന്നെയാണ് വിറ്റാമിനുകളും വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിറ്റാമിനുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.